ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. വെൽക്കം ടു ദ ന്യൂ ക്ലാസ്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ് മൂവ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അനലോഗി എന്ന് പറയുന്ന പോർഷനാണ് ഡിസ്കസ് ചെയ്തത്, അനലോഗി. അപ്പോൾ എല്ലാവർക്കും അറിയാം എന്തായിരുന്നു അനലോഗി. അവിടെ നമ്മൾ ലാസ്റ്റ് പ്രീവിയസ് ക്ലാസ്സിൽ എന്ത് ഡിസ്കസ് ചെയ്തു എന്നുള്ളത് ഒന്ന് നമുക്ക് റീകോൾ ചെയ്തെടുക്കേണ്ടതുണ്ട്. സോ അനലോഗി, ഓക്കെ, അനലോഗി എന്ന് പറയുന്നത് is a comparison between two things that are similar in some way. ഓക്കെ, ഏകദേശം സമാനമായ രണ്ട് കാര്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുന്ന കാര്യത്തെയാണ് നമ്മൾ അനലോഗി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് എക്സ്പ്ലെയിൻ ഓർ ക്ലാരിഫൈ എ കോൺസെപ്റ്റ് ബൈ ഷോയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു പെയർ ഓഫ് തിങ്സ്. അപ്പോൾ രണ്ട് ജോഡി വസ്തുക്കൾ തമ്മിലുള്ള ബന്ധം കാണിച്ചുകൊണ്ട് ഒരു ആശയത്തെ വിശദീകരിക്കാനോ വ്യക്തമാക്കാനോ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അനലോഗി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആദി നവനീത് ഓക്കെ ലെറ്റർ അനലോഗി ഫിഫ പറയുന്നുണ്ട്. ലെറ്റർ അനലോഗി നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, കറക്റ്റാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ അനലോഗിയാണ്. ഓക്കെ, സോ അനലോഗി എന്ന് പറയുന്ന കാര്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സമാനമായ രണ്ട് കാര്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് നമുക്ക് മിസ്സിംഗ് ആയ കാര്യം കണ്ടുപിടിക്കുക, അതാണ്. എന്തെങ്കിലും ഒരു റിലേഷനുള്ള രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടാവും, വേറൊരു നമ്പറും അതിനോട് കണക്ട് ചെയ്ത് എങ്ങനെ അതിനെ റിലേറ്റ് ചെയ്യാം എന്നതാണ് അനലോഗിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് നമ്പർ അനലോഗിയാണ്. അപ്പോൾ പ്രീവിയസ് ഡേ നമ്മൾ വേർഡ് അനലോഗി ഡിസ്കസ് ചെയ്തു. വേർഡ് അനലോഗിയിൽ നമ്മൾ എന്താണ്, ലെറ്റർ അനലോഗി നമുക്കിനി പഠിക്കണം ഫിഫ. നമ്മൾ വേർഡ് അനലോഗിയിൽ എന്തെങ്കിലും കണക്റ്റഡ് ആയ രണ്ട് കാര്യങ്ങൾ, ഇപ്പം ഫാദർ മദർ അങ്ങനെയാണെങ്കിൽ ഡോട്ടർ ആൻഡ് സൺ, അങ്ങനെ ഒരു റിലേഷൻസ്, അതായത് എന്തിനോട് എന്ത് കണക്റ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് അടുത്തത് ഫൈൻഡ് ചെയ്യുന്നതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് നമ്പർ അനലോഗിയാണ്. അപ്പം ഈ നമ്പർ അനലോഗിയിൽ ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം മനഃപ്പാഠമാക്കുക എന്നുള്ളതല്ല അതിൻ്റെ മെയിൻ കോൺസെപ്റ്റ്. ഏതെല്ലാം തരത്തിൽ നമുക്കിതിനെ ചിന്തിച്ച് ആൻസറിലോട്ട് എത്താം എന്നതാണ് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻസ് തന്നെ എക്സാമിന് വരുന്നല്ല. ഏതെല്ലാം തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ആൻസറിലോട്ട് എത്തിപ്പെടാമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന പിള്ളേർക്കായിരിക്കണം ഇതിൻ്റെ എല്ലാ ആൻസേഴ്സും നമുക്ക് എക്സാമിന് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മെത്തേഡിൽ മാത്രം ചിന്തിച്ചാൽ പോരാ. ഈ നമ്പർ അനലോഗിയിൽ പല രീതിയിൽ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ, അതിൻ്റെ കറക്റ്റ് സൊല്യൂഷനിലോട്ട് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും റെഡിയാണോ ക്ലാസ്സിലോട്ട്? നവനീത, ആദി, ദേവിക, മീനാക്ഷി, അനുദ്ര, സനി, ഭാഗ്യലക്ഷ്മി, സിയ, എല്ലാവരും റെഡിയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാമല്ലോ. ഓക്കെ, ഗുഡ് ഈവനിങ് ടീച്ചർ എന്ന് ലക്ഷ്മി വേണുഗോപാൽ പറയുന്നുണ്ട്. ഗുഡ് ഈവനിങ്. ആൻഡ് ഭാഗ്യലക്ഷ്മി, സിയ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കാണാലോ. 925 and 36 എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രദ്ധിച്ചേ. ലക്ഷ്മി വേണുഗോപാൽ പറയുന്നുണ്ട് മൈ നെയിം ഇസ് സ്മൃതി വേണുഗോപാൽ ആണെന്ന്. സ്മൃതി, ഓക്കെ, ലക്ഷ്മി ഞാനൊന്ന് നോട്ട് ചെയ്തോട്ടെ. സ്മൃതി, ഓക്കെ. ദെൻ ശ്രുതി പറയണു ഞാൻ വിശ്വജിത്ത് ആണെന്ന്. ഓക്കെ, ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ പേര് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം 925 എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. 925 എങ്കിൽ 36 നോട് ജോയിൻ ആയി വരുന്ന നമ്പർ ഏതാണ്? ഇതിൻ്റെ ആൻസർ നിങ്ങളുടെ പേരൊന്ന് മെൻഷൻ ചെയ്തിട്ട് ആൻസർ ഇടുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 1 2 3 4 ഏതായിരിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി വരാൻ ചാൻസ് ഉള്ളത്? എന്തുകൊണ്ട്? ഓക്കെ, ആൻസേഴ്സ് വരുന്നുണ്ട്. ഫിഫ പറയണു 64 എന്ന്. ഓക്കെ, നിങ്ങൾ ആൻസർ ഇടുമ്പം ഒന്ന് പേര്, നിങ്ങളുടെ പാരൻറ്റിൻ്റെ ആണ് ഐഡിയ എങ്കിൽ പേര് മെൻഷൻ ചെയ്തിട്ട് ഒന്ന് ആൻസർ ഇടുക. 64, 81, 100, 144, 64 എന്ന ആൻസർ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. 925. സോ 9ഉം 25ഉം 36ഉം ഈ നമ്പേഴ്സ് കാണുമ്പോഴേ നമുക്കറിയാം ഇത് സ്ക്വയർ നമ്പേഴ്സ് ആണ് അല്ലേ. സോ ഇവിടെ നമുക്കറിയാം 3 സ്ക്വയർ എന്ന് പറയുന്നതാണ് 9 എന്ന് ഉള്ള ആൻസർ. ഓക്കെ, സെയിം വേ 25 എന്തിൻ്റെ സ്ക്വയർ ആണ്?
5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 36നെ കണക്ട് ചെയ്തിട്ട് വേണം നോക്കാൻ. 36 എന്ന് പറയുന്നത് 6 സ്ക്വയർ ഇസ് ഈക്വൽ ടു 36 ആണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ആര് വേണം? 7 സ്ക്വയർ ആണോ വരേണ്ടത്? ഒരിക്കലുമല്ല. നോക്കിക്കേ, ഇവിടുത്തെ ഡിഫറൻസ് 3ൽ നിന്ന് 5ലോട്ടുള്ള ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. അതുപോലെ 6ൽ നിന്ന് 2 നമ്പേഴ്സ് നമ്മൾ മുന്നോട്ട് കൗണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് 6, 7, 8 സ്ക്വയർ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. 8 സ്ക്വയർ ഇസ് ഈക്വൽ ടു 64. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിട്ട് കിട്ടി? 64 എന്ന് കിട്ടി. ഓക്കെ, ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ? മീനാക്ഷിയും സ്മൃതി വേണുഗോപാലും എല്ലാവരും ആൻസർ, എറിക്കും എല്ലാവരും ആൻസർ കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട്. നല്ല മിടുക്കം പിള്ളേരാണ് കേട്ടോ, എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എങ്ങനെ ചിന്തിക്കണം? സ്ക്വയർ നമ്പർ ആണോ നോക്കുക, അല്ലെങ്കിൽ ക്യൂബ്സ് ആണോ നോക്കുക, അതിൻ്റെ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ആ രീതിയിലൊക്കെ ചിന്തിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് ആൻസറിലോട്ട് ഈസി ആയിട്ട് പോവാവുന്നതേ ഉള്ളൂ. മൂവിങ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. 5 is to 27 and 8 is to dash. ഒന്ന് ആൻസർ വേഗം തരൂ. 5 is to 27. 5 is to 27, 8 is to dash. 51, 61, 66, 68. 1, 2, 3, 4. ഏത് ഓപ്ഷൻ ആയിരിക്കാം ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്? 5ഉം 27ഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കുക. അത് വെച്ചിട്ട് നമുക്ക് 8ൻ്റെ കൂടെ വരുന്ന നമ്പർ ഏതാണെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ആൻസേഴ്സ് വരുന്നുണ്ട്. നവനീത പറയണു 66. ഓക്കെ, സിയക്ക് ഏതാ മനസ്സിലാവാത്തത്? ആദ്യത്തേതാണോ? ആദ്യത്തേത് സ്ക്വയർ നമ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കണ്ടോ, ഈ 9 എന്ന് പറയുന്നത് എന്തായിരുന്നു? 9 എന്ന് പറയുന്നത് 3 സ്ക്വയർ ആണ്. ഓക്കെ, 9 എന്ന് പറയുന്നത് 3 സ്ക്വയർ, ഇവിടെ 5 സ്ക്വയർ. 36 എന്ന് പറയുന്നത് 6 സ്ക്വയർ. 3 കഴിഞ്ഞ് 5 ആണ് വന്നിരിക്കുന്നത്, 4 അല്ല. അപ്പം 6 കഴിഞ്ഞ് നമ്മൾ ഏതിനെ കൺസിഡർ ചെയ്യണം? 8 സ്ക്വയർ കൺസിഡർ ചെയ്യണം. അതാണ് പറഞ്ഞത്. നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5, 27. നമുക്കറിയാം 5 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 27 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം 25നോട് എന്തോ ഒന്ന് ആഡ് ചെയ്തപ്പോഴാണ് 27 കിട്ടിയത്. എന്താണ്? +2 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 22nd നമ്പർ കിട്ടിയത്. അങ്ങനെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. 8 തന്നിട്ടുണ്ട്. അപ്പം 8 സ്ക്വയർ കണ്ടുപിടിച്ചാൽ 8 സ്ക്വയർ എത്രയാണ് മക്കളെ? 64. 8 8s are 64. 64നോട് 64, 8 64. 64നോട് 2 കൂട്ടിയാലുള്ള ആൻസർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. നമുക്ക് 66 എന്നുള്ള ആൻസർ കിട്ടുന്നു. അപ്പോൾ സെക്കൻഡിൻ്റെ ആൻസർ നമുക്ക് എന്താണെന്ന് മനസ്സിലായി? 66. നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്തത്? 5 സ്ക്വയർ +2 ചെയ്തപ്പോൾ 27 കിട്ടിയെങ്കിൽ 8 സ്ക്വയർ +2 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നുണ്ടോ? ആൻസർ ഓപ്ഷനിൽ വരുന്നുണ്ടോ നോക്കുക. നിങ്ങൾക്കിത് പല രീതിയിലും ചിന്തിക്കാം. ഞാൻ ചിന്തിക്കുന്നത് പോലെയല്ല, വേറെ ഏതെങ്കിലും മെത്തേഡിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കമൻറ്റ് ഇടണം. ഓക്കെ, പിന്നെ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ആൻസേഴ്സും ഇതിൽ ഇപ്പോൾ 66 അല്ല, നിങ്ങൾ ഇതേ രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്ത ആൻസേഴ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു മെത്തേഡിലുള്ള ആൻസറേ ഇതിൽ ഉണ്ടാവുകയുള്ളൂ. അതല്ല 2 ഓപ്ഷൻ 2 രീതിയിലും ആൻസർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് കറക്റ്റ് ആണെങ്കിൽ അതിന് ഈ എക്സാമിനേഷൻ കമ്മിറ്റിക്കാർ, അതായത് ഈ എക്സാം നടത്തുന്നവർ മാർക്ക് തരാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ടെൻഷൻ ആവണ്ട. നിങ്ങളും ചിന്തിക്കുക. ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആൻസേഴ്സ് ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി അവർ തരുന്നത്. അല്ല, അത് നിങ്ങൾ പറയുന്ന മെത്തേഡ്സ് അതിനൊരു പ്രൂഫായിട്ടുള്ള മെത്തേഡ് ആണെങ്കിൽ, ഒരു കറക്റ്റ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ആൻസറും കൺസിഡർ ചെയ്യുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാണ്ട് ചിന്തിക്കേണ്ട രീതികൾ ഏതെല്ലാം എന്ന് മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കൂടി പഠിക്കുന്നത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഏതൊക്കെ തരത്തിൽ ചിന്തിക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ആൻസർ മനസ്സിലായല്ലോ. അനുദ്ര, അശ്വതി, സ്മൃതി എല്ലാവരും പറഞ്ഞ ആൻസർ വെരി ഗുഡ്. ഓക്കെ, എല്ലാവരും നല്ല സ്മാർട്ട് പിള്ളേരാണ്. കറക്റ്റ് ആൻസേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. മൂവിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ.
42 ഇവിടെ നമുക്ക് മിസ്സിംഗ് ആയിരിക്കുന്നത് ഫസ്റ്റിൻ്റെ കൂടെ പെയർ ചെയ്യേണ്ട നമ്പറാണ് മിസ്സിംഗ് ആയിരിക്കുന്നത്. 156 is equal to 210. 156:210 ആണെങ്കിൽ 42ൻ്റെ കൂടെ പോവാൻ പറ്റിയ നമ്പർ 72 ആണോ 90 ആണോ 110 ആണോ 132 ആണോ? ഒന്ന് ആൻസർ എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒന്ന് ആൻസർ ചിന്തിച്ച് നോക്കിക്കേ. ഞാനൊരു ക്ലൂ തരാം, അത് വെച്ച് ആൻസറിലോട്ട് എത്താൻ പറ്റുമോ നോക്കുക. സ്ക്വയേഴ്സിൻ്റെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആൻസറാണ് വരുന്നത്. സ്ക്വയർ എന്തിൻ്റെയെങ്കിലും സ്ക്വയറിനോട് എന്തെങ്കിലും ആഡ് ചെയ്താൽ ഈ നമ്പേഴ്സ് തമ്മിൽ കിട്ടുമോ? ഈ നമ്പേഴ്സ് 156ഉം 210ഉം വരുന്നുണ്ടോ നോക്കുക. അത് വെച്ച് കണക്ട് ചെയ്ത് ആൻസറിലോട്ട് എത്താൻ പറ്റുമോ എന്നൊന്ന് നോക്കിക്കേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്തേ. എന്തിൻ്റെയെങ്കിലും സ്ക്വയറിനോട് അടുത്ത് നിൽക്കുന്ന നമ്പറാണോ 156 156 എന്നൊന്ന് ചിന്തിച്ചേ. ആൻസേഴ്സ് ഒന്ന് വേഗം കമൻറ്റ് ഇടാൻ ശ്രദ്ധിക്കുക. ഓക്കെ, കമൻസ് വരുന്നില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ക്വയർ നമ്പറിനോട് അടുത്തിരിക്കുന്ന നമ്പറാണോ 156 എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആൻസേഴ്സ് പോരട്ടെ. ആൻസേഴ്സ് വരുന്നില്ലല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഇവിടെ ഒരു ഹെൽപ്പ് ചെയ്യാം. 156 എന്നുള്ളത് 12ൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ 12 സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണ്, 144 ആണ്. അതിനോട് എന്ത് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 156 കിട്ടുന്നത്? അതേ 12 ആഡ് ചെയ്തപ്പോൾ, അതേ 12 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 156 കിട്ടി. അങ്ങനെയാണെങ്കിൽ 210 13ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 210നേക്കാൾ വളരെ കുറവാണ്. നമുക്ക് 14ൻ്റെ സ്ക്വയർ നോക്കാം. 14ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 196 ആണ്. അതിൻ്റെ കൂടെ ഇതേ 14 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്? 210 വരുന്നുണ്ട്. കണ്ടോ എന്താ ചെയ്തത്? 12ൻ്റെ സ്ക്വയറിനോട് അതേ 12 ആഡ് ചെയ്തപ്പോൾ 156 വന്നു. ഇവിടെ എന്ത് ചെയ്തു? 14ൻ്റെ സ്ക്വയറിനോട് അതേ 14 നമ്മൾ ആഡ് ചെയ്തപ്പോൾ 210 വന്നു. അങ്ങനെയാണെങ്കിൽ 42വിനോട് കൂടെ നിൽക്കുന്ന നമ്പർ ഇനി ഒന്ന് മക്കൾക്ക് പറയാവോ? എന്തിൻ്റെ സ്ക്വയറിൻ്റെ അടുത്താണ് 42 എന്ന് പറയുന്നത്? 5 സ്ക്വയർ 25 ആണ്. 6 സ്ക്വയർ എത്രയാണ്? 36 ആണ്. 7 സ്ക്വയർ 49 ആണ്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? 6 സ്ക്വയർ എടുക്കാം. 6 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ്. 6ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്. ആ 36നോട് സെയിം 6 കൂട്ടുമ്പോൾ നമുക്ക് 42 വരുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മിസ്സിംഗ് നമ്പർ ഇവിടെ 12 കഴിഞ്ഞ് 14 വന്നതെങ്കിൽ ഇവിടെ 6 കഴിഞ്ഞ് ആരേ വരാൻ പാടുള്ളൂ? ഓക്കെ, ആൻസേഴ്സ് വരുന്നുണ്ട്. വെരി ഗുഡ് ജമീല, വെരി ഗുഡ് അരുണിമ. ആൻഡ് ആൻസേഴ്സ് ഇതാ വന്നു കഴിഞ്ഞു. 6 കഴിഞ്ഞ് 7 അല്ല, 8ൻ്റെ സ്ക്വയറാണ് നമ്മൾ എടുക്കേണ്ടത്. 8ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 64. അതിൻ്റെ കൂടെ അതേ 8 ആഡ് ചെയ്താൽ നമുക്ക് വരുന്ന ആൻസർ എത്രയാണ്? 72. അനുദ്ര, ശിവശ്രീ, ജസ്ന, എല്ലാവരും, മീനാക്ഷി, പ്രാർത്ഥന, എല്ലാവരുടെയും ആൻസർ കറക്റ്റായി. കണ്ടോ എങ്ങനെയാ ചിന്തിച്ചതെന്ന് കണ്ടോ? ഇവിടെ സ്ക്വയർ നമ്പറിൻ്റെ കൂടെ എന്തോ ആഡ് ചെയ്തു. എന്താ ആഡ് ചെയ്തത്? അതേ നമ്പർ 12ൻ്റെ സ്ക്വയർ 144. ആ 144ൻ്റെ കൂടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? 12 ആഡ് ചെയ്തപ്പോൾ 156 വന്നു. അതേ കാര്യം റിപ്പീറ്റ് ചെയ്തു. 14ൻ്റെ സ്ക്വയറിനോട് നമ്മൾ അതേ 14 ആഡ് ചെയ്തപ്പോൾ 210 വന്നു. അപ്പോൾ ആ മെത്തേഡ് നമ്മൾ എവിടെയും അപ്ലൈ ചെയ്തു? ആ ഫസ്റ്റ് സെറ്റ് ഓഫ് നമ്പറിൽ അപ്ലൈ ചെയ്തു. നമുക്ക് 72 എന്ന് കിട്ടി. എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയൊക്കെ ചിന്തിക്കാമെന്നുള്ളത്? മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് സ്ക്വയർ നമ്പർ 1 to 20. 1 തൊട്ട് 20 വരെയുള്ള നമ്പറിൻ്റെ സ്ക്വയേഴ്സ് എത്രയാണെന്ന് പഠിച്ചിരിക്കേണ്ടത് മസ്റ്റാണ്. ഓക്കെ, എല്ലാവരും ഇത് നോട്ട് ചെയ്യണം. 1ൻ്റെ സ്ക്വയർ 1 തന്നെ,
2 square is equal to 4, 3 square 9, 4 square 16, 5 square 25, 6 square 36, 7 square 49, 8 square 64, 9 square 81, 10 square 100. Same way 11 to 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ആൻഡ് ക്യൂബ്സ് മിനിമം 1 to 15 വരെയുള്ളതിൻ്റെ ക്യൂബ്സും ക്യൂബ് നമ്പേഴ്സും സ്ക്വയർ നമ്പർ 1 to 20യും നിങ്ങൾ പഠിച്ചിരിക്കണം. ആ ടൈമിൽ എക്സാമിൻ്റെ സമയത്ത് ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് സമയം വേസ്റ്റ് ആക്കരുത്. ഓക്കെ, അപ്പോൾ ഇത് തറവായിരിക്കണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മോസ്റ്റ് പ്രോബബ്ലി സ്ക്വയേഴ്സും ക്യൂബ്സും ഉള്ള നമ്പേഴ്സാണ് നിങ്ങൾക്ക് നമ്പർ അനലോഗിയിൽ വരാൻ ചാൻസ് ഉള്ളത്. അപ്പം ഇതൊന്ന് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. എല്ലാവരും ആൻസർ ചെയ്യണം. എനിക്ക് കുറച്ച് പേര് ഓൾറെഡി അറിയാം മിസ്. വെരി ഗുഡ്. ലക്ഷ്മി വേണുഗോപാൽ പറയുന്നു. ലക്ഷ്മി എന്ന് പറയുന്നത് സ്മൃത എന്ന് തോന്നുന്നു. ഓക്കെ, ഓൾറെഡി അറിയാം മിസ്. US സ്കോളർഷിപ്പിന് വേണ്ടി പഠിച്ചായിരുന്നു. എക്സലൻറ്റ് മോളെ. അത് എപ്പോഴും നമുക്ക് ഇനി ലൈഫ് ലോങ് നമുക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് അതെല്ലാം പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, മിടുക്കത്തി. ഓക്കെ, അപ്പോൾ അതുപോലെ ആയിരിക്കണം എല്ലാ പിള്ളേരും പഠിച്ചിരിക്കണം. പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കണം. അപ്പം എന്തെങ്കിലുമൊക്കെ കണക്റ്റ് ചെയ്ത് പഠിച്ചു പോവുക. കാരണം നമ്മുടെ ലൈഫ് ലോങ് എന്നെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ടോ, മാത്സ് സബ്ജക്റ്റ് ഉണ്ടോ, അതിലെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, സ്മൃതിയാണ് അല്ലേ? സോറി കേട്ടോ, സ്മൃതി എന്നാണ് ഞാൻ എഴുതി വെച്ചത്. സ്മൃതി. ഓക്കെ, സ്മൃതി, ഗുഡ് ഗേൾ. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്തേ. 14, 25, 81. ഇവിടെയും നമുക്കൊരു സ്ക്വയർ നമ്പർ ആണെന്ന് തോന്നുന്നില്ലേ മക്കളെ? ഇവിടെയും ഒരു സ്ക്വയർ നമ്പേഴ്സിനെ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ആണോ അല്ലയോ എന്ന് നോക്കിക്കേ. പക്ഷേ 14 അല്ല, 25 അതെ, 81 അതെ. അപ്പോൾ എങ്ങനെ ഈ 14 25ലോട്ട് കണക്റ്റ് ചെയ്തു എന്നുള്ളത് ആർക്കെങ്കിലും ഐഡിയ കിട്ടിയെങ്കിൽ ഒന്ന് ആൻസർ കമൻറ്റ്. എന്താണ് ഈ 14ഉം 25ഉം തമ്മിലുള്ള റിലേഷൻ എന്ന് ആർക്കെങ്കിലും ഐഡിയ കിട്ടിയെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടേ. വേഗം മെസ്സേജ് ഇട്ടേ. ഓക്കെ, 14 എങ്ങനെ 25 ആയി? ഇവിടെ നോക്കിക്കേ. 14 നമുക്ക് 25 ആക്കാൻ ഇതൊരു സ്ക്വയർ നമ്പറൊന്നുമല്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. 1 + 4 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 കിട്ടി. ഈ രണ്ട് നമ്പേഴ്സ്, 2 ഡിജിറ്റും കൂടെ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 കിട്ടി. ആ 5ൻ്റെ സ്ക്വയർ ആണ് നമുക്ക് എന്തായിട്ട് തന്നത്? സെക്കൻഡ് നമ്പർ ആയിട്ട് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 81ൻ്റെ എന്തോ ആണ് ഇവിടെ വരേണ്ടത്. 81 എന്ന് പറയുന്ന സെക്കൻഡ് നമ്പറാണ്. നമുക്ക് ഫസ്റ്റ് നമ്പറാണ് മിസ്സിങ് ആയിട്ടുള്ളത്. അത് എന്തിൻ്റെ സ്ക്വയർ ആണ്? 81 എന്നുള്ളത്. ആൻസേഴ്സ് പോരട്ടെ. 9ൻ്റെ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ 9ൻ്റെ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഏത് 2 നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് നമുക്ക് 9 എന്ന് കിട്ടുന്നതെന്ന് നോക്കണം. 1ഉം 2ഉം കൂട്ടിയാൽ 3 വരുന്നുള്ളൂ. 1ഉം 6ഉം കൂട്ടിയാൽ 7 വരുന്നുള്ളൂ. 2ഉം 9ഉം കൂട്ടിയാൽ 11. 6ഉം 3ഉം കൂട്ടിയാൽ 9. അങ്ങനെയാണെങ്കിൽ 63-ലെ 6 + 3 കൂട്ടുമ്പോൾ 9ഉം ആ 9ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 81ഉം കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ഏത് ഓപ്ഷനാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്? 4ാമത്തെ ഓപ്ഷൻ, 63 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. മനസ്സിലാവുന്നുണ്ടല്ലോ മക്കളെ? 63 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എല്ലാവർക്കും ഞാൻ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളുക. 3 12 ആകുന്നു. അങ്ങനെയാണെങ്കിൽ 7ൻ്റെ കൂടെ ഏത് നമ്പറാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്? 3 12 ആകുന്നു. 7ൻ്റെ കൂടെ എന്ത് ചെയ്താലാണ് നമുക്ക് ആൻസർ കിട്ടുക? എങ്ങനെയാണ് 3 12 ആകുന്നത്?
ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിൻ്റെ സ്ക്വയറിനോട് എന്തെങ്കിലും ചെയ്താൽ വരുന്നുണ്ടോ? സ്ക്വയറാണ് ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഒന്ന് സ്ക്വയർ മെത്തേഡ്, സ്ക്വയർ ചെയ്തിട്ട് അതിനോട് എന്തെങ്കിലും ആഡ് ചെയ്താൽ സെക്കൻഡ് നമ്പർ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 7ൻ്റെ കൂടെ നിങ്ങൾക്ക് ആരെ പെയർ ചെയ്യാം? ഒന്ന് ആൻസർ കമൻറ്റ് ചെയ്തേ മക്കളെ. എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് ഇരുന്ന ആൻസർ വേം തന്നെ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാവരും നല്ല സ്മാർട്ട് മക്കളാണ്. അനുദ്ര, ദേവിക, ആദി, അരുണിമ, എല്ലാവരും പോരട്ടെ. പ്രാർത്ഥന, എല്ലാവരുടെയും ആൻസേഴ്സ് പോരട്ടെ. ഓക്കെ, ആൻസേഴ്സ് വരുന്നുണ്ട്. എക്സലൻറ്റ്, വേഗം പോരട്ടെ. ശിവഗംഗ, അനുദ്ര, ഓക്കെ എക്സലൻറ്റ് മക്കളെ. എല്ലാവരും ചിന്തിച്ചെഴുതിക്കേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. 3ൻ്റെ സ്ക്വയർ 9 ആണ്. 9ൻ്റെ കൂടെ എന്തോ ഒന്ന് ആഡ് ചെയ്തപ്പോൾ 12 വന്നു. 9ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 3 ആഡ് ചെയ്തപ്പോൾ എനിക്ക് 12 കിട്ടി. അതായത് അതേ നമ്പർ ആഡ് ചെയ്തപ്പോൾ എനിക്ക് 12 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 7ൻ്റെ സ്ക്വയറിൻ്റെ കൂടെ ആരെ ആഡ് ചെയ്യണം? 7 7 49. 7ൻ്റെ സ്ക്വയർ എത്രയാ? 49ൻ്റെ കൂടെ അതേ 7 ആഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഓപ്ഷനിൽ ആൻസർ ഉണ്ടോ എന്ന് നോക്കുക. 49. 49 + 7 എത്രയാണ്? 56. ഓപ്ഷൻ 4 ഇതാ നിങ്ങൾക്കായിട്ട് നോക്കിയിരിക്കുന്നു. 56, 56 എന്നുള്ള ആൻസർ. എക്സലൻറ്റ് മക്കളെ. ശിവന്യ, എല്ലാവരും, ശിവശ്രീ, ജസ്ന, ശ്രീഹരി, എല്ലാവരും ആൻസർ തരുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എങ്ങനെയാണ് 56 വന്നതെന്ന്. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഇരിക്കുന്ന ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ബാക്കി മക്കളെല്ലാവരും ആൻസർ ഇട്ടേ. തെറ്റിയാൽ തെറ്റട്ടെ, പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. 441 അത് 3ലോട്ട് വന്നു. 772 ഏത് നമ്പറിലോട്ടേക്ക് വരും? ഇവിടെ എല്ലാം തന്നിരിക്കുന്നത് 1 ഡിജിറ്റ്, ഒറ്റ വാല്യൂ ആണ്. എങ്ങനെയാണ് 441 3ലോട്ട് വന്നത് എന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആർക്കെങ്കിലും എല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടേ. നിങ്ങളുടെ ആൻസർ എന്താ, ശരിയോ തെറ്റോ എന്നുള്ളതല്ല, നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ആൻസർ ഒന്ന് ട്രൈ ചെയ്തേ. ഈ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പറിനുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, എന്തിൻ്റെങ്കിലും സ്ക്വയർ ആണോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടൊന്ന് ആൻസർ ഇടാൻ ശ്രദ്ധിച്ചേ എല്ലാ മക്കളും. എൻ്റെ പേരെന്താ വിളിക്കാത്തതെന്ന് സ്മിത ചോദിക്കുന്നു. വിളിക്കാത്ത സ്മിത ഞാൻ കണ്ടില്ല കേട്ടോ. അരുണിമ, ആരുടെയെങ്കിലും പേര് ഞാൻ വിട്ടു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് എന്നെ ഓർമ്മിപ്പിച്ചേരെ. മെസ്സേജ് നോക്കുന്നുണ്ട്. ആദി, ഓക്കെ 4 എന്ന ആൻസർ വന്നിട്ടുണ്ട്. 4 എന്നുള്ള ആൻസർ, 6 എന്നുള്ള ആൻസർ വരുന്നുണ്ട്. ഓക്കെ, കൂടുതൽ പേരും 4 എന്ന് പറയുന്നുണ്ട്. നോക്കാം. ഓക്കെ, എങ്ങനെയാ അവിടെ 4 സ്ക്വയർ = 4 സ്ക്വയർ = എക്സലൻറ്റ്. അതാരാണ്? ലക്ഷ്മി പറഞ്ഞിരിക്കുന്ന ആൻസർ. വെരി ഗുഡ് ലക്ഷ്മി. കറക്റ്റ് വേയിലാണ് മോള് ചിന്തിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ എല്ലാ ഡിജിറ്റ് കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 4 + 4 + 1, 4 + 4 + 1 എന്നുള്ളത് എത്രയാണ്? 4 + 4 8, 8 + 1 9. 9ഉം 3ഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഉണ്ട്. √9 ആണ് എന്ത്? 3 എന്ന് പറയണത്. അങ്ങനെയാണെങ്കിൽ 7 + 7 + 2 എത്രയാണെന്ന് നമ്മൾ നോക്കണം. 7 + 7 + 2 എന്നുള്ളത് 16 ആണ്. അപ്പം √16 എത്രയാണെന്ന് നോക്കേണ്ടതാണ്. അത് 4 ആണ്. കണ്ടോ? എല്ലാവരും ചിന്തിച്ചത് കറക്റ്റ് വേയിലാണ്. ആൻസർ എന്തായിട്ട് വന്നു? 4 എന്നുള്ളത് വന്നു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ഉഷാറായി പവറായിട്ട് വന്നേ. ഒന്ന് ഉഷാറായിട്ട് എല്ലാവരും ഒന്ന് ചിന്തിച്ച് ആൻസറിലോട്ട് പോകുന്നോട്ടെ. വിശ്വജിത്ത്, മീനാക്ഷി,
എല്ലാവരും വന്നിട്ടുണ്ട്. ആൻസർ കറക്റ്റാണ്. ഒന്ന് ചിന്തിച്ചേ, ഇതിലെന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്പറാണ് മിസ്സിങ് ആയത്. 4ഉം 125ഉം എന്തോ ഒരു റിലേഷനുണ്ട്. 125 എന്ന് പറയുന്നത് എന്തിൻ്റെയോ ക്യൂബാണ്. പക്ഷെ 4ഉം 125ഉം തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഒന്ന് ആൻസർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കേ. എല്ലാവരും ഒന്ന് ആൻസർ പറയാൻ ശ്രദ്ധിച്ചേ. 4 എങ്ങനെ 125 ആയി? 125 എന്ന് പറയുന്നത് ഏതോ ഒരു നമ്പർ, 4നോട് അടുത്തിരിക്കുന്ന ഏതോ നമ്പറിൻ്റെ ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ 27നോട് റിലേറ്റ് ചെയ്ത് ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്? ഓക്കെ, സ്മിത എന്നല്ല എൻ്റെ പേര്, ആൻമരിയ എന്ന് പറയണമെന്നുണ്ട്. സ്മിതയുടെ പേര് ഞാൻ ഇവിടെ എഴുതിയായിരുന്നു, ഞാൻ വിട്ടുപോയി. ആൻമരിയ. ഓക്കെ ആൻമരിയ, ഓക്കെ ആൻമരിയ, ഞാനത് നോട്ട് ചെയ്തു കേട്ടോ. സ്മിത ആൻമരിയാണ്. എന്നാലും മിസ്സ് കുറേ പേരുടെ പേര് ഇനിയും ഓക്കെ ആൻസേഴ്സ് വരുന്നുണ്ട്. വെരി ഗുഡ്, എക്സലൻറ്റ് മക്കളെ എല്ലാവരും. അനുദ്ര, ദേവിക, നവനിത, സ്മൃതി, എക്സലൻറ്റ്. എല്ലാവരുടെയും ആൻസേഴ്സ് എനിക്ക് കാണാം. ഓക്കെ, നോക്കാം നിങ്ങൾ പറഞ്ഞ ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആണോ? ആരുടെ ആൻസർ? ഇതിനകത്ത് 2ഉം 3ഉം കാണുന്നുണ്ട്. ആരാണ്? ശിവഗംഗ ശിവ, അതാരായിരുന്നു? മിസ് ഇവിടെ നോട്ട് ചെയ്തതായിരുന്നല്ലോ. ആ കുട്ടി 2 എന്നാണ്. അശ്വതി പറയണു 3. നോക്കാം. 4 എന്ന് പറയണത് 125 ആയത് എങ്ങനെയാ? നമുക്കറിയാം ഇത് എന്തിൻ്റെ ക്യൂബാണ്? 5ൻ്റെ ക്യൂബാണ് 125. അപ്പോൾ 4നോട് എന്ത് കൂട്ടിയപ്പോഴാണ് 5 കിട്ടിയത്? 4നോട് 1 കൂട്ടി അതിൻ്റെ ക്യൂബ് കണ്ടപ്പോൾ 125 കിട്ടിയെങ്കിൽ നമുക്ക് 27 ആണ് തന്നത്. ഓക്കെ, 27 ആണ് തന്നത്. 27 എങ്ങനെയാണ്? എന്തിൻ്റെ ക്യൂബാണ്? 3ൻ്റെ ക്യൂബാണ് 27. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് വരണം? 3 വരണമെങ്കിൽ ഏതിനോട് കൂട്ടിയാലാ 3 വരിക? 0നോട് 1 കൂട്ടിയാലാണോ 3? അല്ല. 1നോട് 1 കൂട്ടിയാലാണോ 3? അല്ല. 2നോട് 1 കൂട്ടിയാലാണ് 3 കിട്ടുക. അപ്പോൾ നമ്മുടെ ആൻസർ 3 ആണോ? അല്ല, 2 എന്നുള്ളതാണ്. അതായത് തേർഡ് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. നമുക്കിവിടെ 4നോട് 1 കൂട്ടി 5, അതിൻ്റെ ക്യൂബ് കണ്ടപ്പോൾ 125 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ 2നോട് 1 കൂട്ടി 3, അതിൻ്റെ ക്യൂബ് കണ്ടപ്പോൾ 27 വന്നു. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 3 ആണ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. Okay, moving to the next question, 8th one. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ. 1664, 25ൻ്റെ കൂടെ ആരെയാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? 1664 ആയി വന്നു. അപ്പോൾ 24ൻ്റെ കൂടെ ആരെ നമുക്ക് കണക്റ്റ് ചെയ്യാം? ഇതെല്ലാം ക്യൂബും സ്ക്വയേഴ്സുമാണ്. ഏതോ നമ്പറിൻ്റെ സ്ക്വയറും ക്യൂബും ചെയ്തപ്പോൾ 16ഉം 64ഉം കിട്ടിയെങ്കിൽ 25 ഏതോ നമ്പറിൻ്റെ സ്ക്വയറാണ്, അതിനോട് ഏതോ ക്യൂബ് കൂടെ ചെയ്താൽ ആൻസർ കിട്ടും. ഇത്രയും ക്ലൂ തന്നു ഞാൻ. ഇനി നിങ്ങളൊന്ന് ട്രൈ ചെയ്തേ മക്കൾ, ഒന്ന് ട്രൈ ചെയ്തേ വേഗം. 16 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയറാണ്? സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ചിന്തിച്ചേ. എല്ലാവരും ഒന്ന് ആൻസർ പറഞ്ഞേ. എല്ലാവർക്കും ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? 16 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയറാണ്? 4ൻ്റെ സ്ക്വയറാണ് 16. അപ്പോൾ 64, 4ൻ്റെ ക്യൂബാണോ 64? അതേലോ, കണ്ടോ എത്ര സിമ്പിളായിട്ടാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുക. 4ൻ്റെ സ്ക്വയറാണ് 16. അങ്ങനെയാണെങ്കിൽ 4ൻ്റെ ക്യൂബ് എത്രയാണ്? 64ആണ്. അതേ രീതിയിൽ നമുക്ക് 25നെ 25നെ കണക്ട് ചെയ്ത് നോക്കാം. 5ൻ്റെ സ്ക്വയറാണ് 25. അങ്ങനെയാണെങ്കിൽ 5ൻ്റെ ക്യൂബല്ലേ അവിടെ മിസ്സിങ് ആയിട്ടുള്ളത്? ഓക്കെ, 5ൻ്റെ ക്യൂബ് എത്രയാണ്? എനിക്കിതാ ആൻസേഴ്സ് ചടപടാന്ന് വരുന്നുണ്ട്. മക്കളെല്ലാം ഉഷാറായി ചെയ്യുന്നുണ്ട്.
ആൻമരിയ 125 അതെ, എന്തിനാ ഡൗട്ട്? 5ൻ്റെ ക്യൂബ് എത്രയാണ്? 125. നമ്മുടെ സി ഓപ്ഷനാണ് കറക്റ്റ്. എനിക്ക് കുറേ പേര് ഇതുവരെ മിണ്ടാത്തതുണ്ട് കേട്ടോ, ഇതുവരെ ഒരു റിപ്ലൈയും തരാത്തവരുണ്ട്. എനിക്ക് കണ്ട പേരുകൾ തന്നെയാണ്: ജസ്ന, അനന്യ, ദേവിക, ഭാഗ്യ. ബാക്കിയുള്ളവരൊക്കെ എന്ത് എനർജറ്റിക് ആയിട്ട് എല്ലാവരും ഒന്ന് ആൻസർ തന്നേ. ശരിയോ തെറ്റോ നോ പ്രോബ്ലം മക്കളെ, നമ്മളെല്ലാവരും ചിന്തിച്ചൊന്ന് ആൻസറിലോട്ട് എത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ വിജയിച്ചു കേട്ടോ. അങ്ങനെ ഒരു നമുക്ക് ചെയ്യാനൊരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കിട്ടും. കാരണം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന രീതിയിലെല്ലാം എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് പഠിച്ചു തീരും. അപ്പോൾ ആ രീതികളിലെല്ലാം ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള മാർക്ക് മിസ്സാവത്തില്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ 9th one. എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രദ്ധിച്ചേ. 925 64 ഡാഷ് 925. ഇത് ഈസിയാണ്, സ്ക്വയർ ആണ്. ഞാനൊരു ക്ലൂ മാത്രം തരാം, ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ. സ്ക്വയർ നമ്പേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ. ഇതാ പോരുന്നു സ്മൃതി, സനിത് 120. ഇതിൻ്റെ ആൻസർ അല്ലല്ലോ എനിക്ക് വരുന്നത്. ഈ ഒരു 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ പോരട്ടെ. എല്ലാവരും 8th ക്വസ്റ്റ്യൻ്റെ ആൻസറിലാണ് നിൽക്കുന്നത്. 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ ചടപട എന്ന് പറഞ്ഞ് ചെയ്തേ മക്കൾ. ഉഷാറായിട്ട് പോരട്ടെ. ഞാൻ വെയിറ്റിങ്ങിലാണ്. എൻ്റെ മക്കളെല്ലാം നല്ല അടിപൊളിയായിട്ട് ആൻസേഴ്സ് തായോ. നിങ്ങളെ കൊണ്ട് ഈസി ആയിട്ട് അതാ വരുന്നു. ഫിഫ, ലക്ഷ്മി എന്ന് പറയുന്നത് സ്മൃതിയാണ്. ഓക്കെ, പ്രാർത്ഥന, പിന്നെ അരുണിമ. ഓക്കെ, എല്ലാവരും വെരി ഗുഡ് ആയിട്ട് ആൻസേഴ്സ് വരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കിക്കളയാം. നിങ്ങളുടെ ആൻസർ കറക്റ്റാണ് മക്കളെ. അനുദ്ര, സ്മൃതി, അക്ഷര ആണോ മിസ്സെന്ന് എന്തിനാ ഡൗട്ട്? അത് തന്നെ കറക്റ്റ് ആൻസർ. നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയാം. 9 എന്ന് പറയുന്നത് എന്താ? 3 സ്ക്വയർ ആണ്. 25 എന്നുള്ളത് എന്താണ്? 5 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ 64 എന്നുള്ളത് ഏതിൻ്റെ സ്ക്വയറാണ്? 8ൻ്റെ സ്ക്വയറാണ്. ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ. 3ൻ്റെ സ്ക്വയർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആരുടെയാണ്? 5ൻ്റെ സ്ക്വയറാണ് കണ്ടത്. അതായത് ഒരു നമ്പർ വിട്ടിട്ട് 4നെ നമ്മൾ കൺസിഡർ ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ 8, 9, 10. 9നെ വേണ്ട, നമുക്ക് 10ൻ്റെ സ്ക്വയർ മതി അല്ലേ? അപ്പോൾ 10ൻ്റെ സ്ക്വയർ എത്രയാണ് മക്കളെ? 10 സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കണ്ടോ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. വിശ്വജിത്ത്, മീനാക്ഷി, ശ്രീഹരി എല്ലാവരും പവറായിട്ട് ആൻസേഴ്സ് ഇട്ടിട്ടുണ്ട്. വെരി ഗുഡ്. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 35, 75, 100ൻ്റെ കൂടെ ആരെയാണ് നിങ്ങൾ കണക്റ്റ് ചെയ്യിക്കുക? ഒന്ന് ആൻസർ എത്താൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ മക്കളെ. ഞാൻ ക്ലൂ തരണോ? 35, 75, 100 അറിയില്ല. ഇവിടെ 75ൻ്റെ ഡിജിറ്റുകൾ എന്തോ ചെയ്താൽ 35ലോട്ട് എത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഏതോ 2 ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ആൻസറിലോട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാം. ഒന്ന്, എൻ്റെ പേര് വിളിച്ചില്ല ഭദ്ര. ഞാൻ വിളിച്ചല്ലോ, കേട്ടോ? ഓക്കെ, വിളിച്ചു കേട്ടോ, മിസ് വിളിച്ചു. അശ്വതി, എല്ലാവരെയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ഇതൊന്ന് ആൻസർ ചെയ്യാൻ ശ്രദ്ധിച്ചേ. ഈ നമ്പേഴ്സ്, ഈ ഡിജിറ്റുകൾ തമ്മിൽ എന്തോ ചെയ്തപ്പം 35 വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ മിസ്സിംഗ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നോക്കിയാലോ, ഈ സെക്കൻഡ് ഡിജിറ്റിലെ 7ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 35 കിട്ടിയെങ്കിൽ 100 കിട്ടാൻ ഇവിടെ ഏതോ 2 നമ്പർ 2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 100 വരുമോ? ഇല്ല. 2ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 10 വരും. അതിനെ 100ലോട്ട് നമുക്ക് മാറ്റാം. ബാക്കി ഒന്നും നമുക്ക് എന്താക്കാൻ പറ്റില്ല? 100ലോട്ടാക്കാൻ പറ്റില്ല. അപ്പം 205 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇത് ഒരു വേയിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം.
ഓക്കെ, ഈ 2 ഡിജിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 35 കിട്ടുന്നു. അതുപോലെ 5ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടുന്നു. ഇതൊരു വേയിൽ i2 10 അതിൻ്റെ കൂടെ ഈ 0 കൂടെ ആഡ് ചെയ്തപ്പോൾ 100 എന്ന് കിട്ടും. അതൊരു വേയിൽ ചിന്തിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചിന്തിക്കാം. 35ൻ്റെ കൂടെ, അതായത് ഈ ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുക. 35ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ 70 അതിൻ്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 75 എങ്കിൽ ഓക്കെ, എങ്കിൽ 100ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ 200 അതിൻ്റെ കൂടെ 5 കൂട്ടിയാൽ 205 കണ്ടോ? ഈ റിലേഷനല്ലേ കുറച്ചും കൂടെ ആക്യുറേറ്റ്, നല്ല കറക്റ്റായിട്ട് വരുന്നത്. ഈ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. 35 ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 75 വന്നെങ്കിൽ രണ്ടാമത്തെ നമ്പറിൻ്റെ കൂടെ അതേ പ്രൊസീജിയർ 2 മൾട്ടിപ്ലൈ ചെയ്ത് 5 കൂട്ടിയപ്പോൾ 205. നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ ഓക്കെ, ഭാഗ്യ എല്ലാവരും ആൻസർ ഇട്ടായിരുന്നു അല്ലേ? വിശ്വജിത്ത്, ഞാൻ മിസ് നോ, ഓക്കെ, അനുദ്ര എല്ലാവരും പറയുന്നുണ്ട്. എനി നമ്പർ, ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. എനി നമ്പർ വിത്ത് 0 ആണ്, മൾട്ടിപ്ലൈ ചെയ്യാനല്ല. ഈ 0 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു, ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യിച്ചു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. എനി നമ്പർ മൾട്ടിപ്ലൈ വിത്ത് 0 ആണ്, അത് കറക്റ്റാണ്. ഇവിടെ നമുക്ക് ഈ ഒരു മെത്തേഡിലും ചിന്തിക്കാം എന്നുള്ളത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഏറ്റവും സൂപ്പറായിട്ട് ചിന്തിക്കേണ്ട മെത്തേഡ് ഏതാണ്? സെക്കൻഡ് മെത്തേഡാണെന്ന് മറക്കണ്ട. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ എനിക്ക് ആരോ ഇപ്പോൾ ഇട്ടത് കൊണ്ട് ഞാൻ ആ ഒരു മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഡൗട്ട് ആവണ്ട. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അവിടെ എങ്ങനെ വീണ്ടും 0 ഇടും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഫസ്റ്റ് മെത്തേഡ് ചിന്തിക്കേണ്ട, സെക്കൻഡ് മെത്തേഡാണ് അതിൽ കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ മിസ് എന്ന് പറയുന്നുണ്ട്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 8 28 അങ്ങനെയാണെങ്കിൽ 15ൻ്റെ കൂടെ ആരെ നമുക്ക് ജോയിൻ ചെയ്യിക്കാം? 8 എങ്ങനെ നമുക്ക് 28 ആക്കാം? 8 എങ്ങനെ കിട്ടും? ഏതിൻ്റെങ്കിലും സ്ക്വയറിനോട് 1 കുറച്ചാൽ 8 കിട്ടുമോ? ഇനി അതിൻ്റെ ക്യൂബിനോട് എന്തെങ്കിലും കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്താൽ 28 കിട്ടുമോ? ഒന്ന് ചിന്തിച്ചിട്ട് ആൻസറിലോട്ട് വന്നേ. ഓക്കെ, ജമീല 35 40 എന്തോ ഒരു ഇത് പറയുന്നുണ്ടല്ലോ. ഏതാണ് മോള് പറയുന്നത്? മോൾ ഏതാ പറയുന്നത് ജമീല? ഏത് ക്വസ്റ്റ്യനാണ്? 35ൻ്റെ കൂടെ 40 കൂട്ടിയാൽ 75, 100ൻ്റെ കൂടെ 40 കൂട്ടിയാൽ 140. ഇങ്ങനെ പറ്റൂലേ? ഓക്കെ, പറ്റും മോളെ. അതാ ഞാൻ പറഞ്ഞത്. മോള് പറഞ്ഞു കണ്ട, നമ്മൾ പലരും പല രീതിയിലാണ് ചിന്തിക്കുന്നത്. ജമീല പറഞ്ഞിരിക്കുന്നത് 30, ആ ആൻസറും തന്നിട്ടുണ്ടെങ്കിൽ മോളുടെ ആൻസർ അവിടെ പരിഗണിക്കും കേട്ടോ. അതായത് 35ൻ്റെ കൂടെ 40 കൂട്ടിയപ്പോൾ 75. അങ്ങനെയാണെങ്കിൽ 100ൻ്റെ കൂടെ 40 കൂട്ടി 140 വന്നുകൂടെ? എക്സലന്റ് ജമീല, അതൊരിക്കലും തെറ്റല്ല കേട്ടോ. ഈ ഒരു മെത്തേഡിൽ മാത്രമല്ല, നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്തപ്പോൾ ആൻസർ 140 ഉണ്ട്, അത് ഓപ്ഷനിലുണ്ടെങ്കിൽ അതും കറക്റ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് 2 രീതിയിൽ നിങ്ങൾ എല്ലാവരും ഓരോ ഇൻഡിവിജ്വലാണ്. നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് പല രീതിയിലാണ്. മിസ്സ് ചിന്തിക്കുന്ന രീതിയിൽ എടുക്കുന്നവർ വളരെ കുറച്ചായിരിക്കും. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിലൊരു ലോജിക് ഉണ്ട്, അതിലൊരു ആൻസറിലോട്ട് എത്തുന്ന കറക്റ്റായിട്ടൊരു മെത്തേഡ് ഉണ്ടെങ്കിൽ ആ ആൻസറും പരിഗണിക്കുന്നതാണ്. ഒന്നെങ്കിൽ ആ ആൻസറിന് 2 ആൻസറിനും മാർക്ക് തരും, അല്ലെങ്കിൽ ആ മാർക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തരും. അതാണ് ഈ എക്സാമിലുള്ളത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വെറിയാവണ്ട കേട്ടോ. ഓക്കെ, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. 8 28, അതിൻ്റെ ആൻസർ എനിക്ക് വന്നു കഴിഞ്ഞു. 65. എക്സലൻറ്റ് മക്കളെയും. ടീച്ചർ, മൈ നെയിം ഇസ് ജസ്ന അല്ലേ? സോറി ജസ്ന, ജമീല എന്ന് ഞാൻ പറഞ്ഞത് അല്ലേ? അമ്മയുടെ പേരാണ്. ഓക്കെ, 65 എന്നുള്ള ആൻസേഴ്സ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം
3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9 അതിനോട് 1 കുറച്ചപ്പോൾ 8 കിട്ടി. അങ്ങനെയാണെങ്കിൽ 28നെ എങ്ങനെ കണക്ട് ചെയ്യാം? 3ൻ്റെ ക്യൂബ് 27 അതിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 28. ഇവിടെ 1 കുറച്ചു, ഇവിടെ 1 കൂട്ടി. അതേ രീതിയിൽ നമുക്ക് 15നെ കണക്ട് ചെയ്ത് നോക്കാം. 15ൻ്റെ അടുത്ത് കിടക്കുന്ന സ്ക്വയർ നമ്പർ ഏതാ? 4ൻ്റെ സ്ക്വയർ 16. വെരി ഗുഡ്. അപ്പം 4ൻ്റെ സ്ക്വയർ എന്ന് പറയണത് 16 അതിനോട് 1 കുറച്ചപ്പോൾ 15 കിട്ടിയെങ്കിൽ 4ൻ്റെ ക്യൂബിനോട് 1 കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പറാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. 4ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 64 അവിടെ 1 കൂട്ടുമ്പോൾ 65. നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. കണ്ടോ എത്ര മക്കൾ ആൻസർ തന്നെ? എല്ലാവരും നല്ല പവർഫുള്ളായിട്ട് ആൻസർ തരുന്നു. അനുദ്ര, ഓക്കെ, മീനാക്ഷി, അരുണിമ, ശ്രീഹരി, ഓക്കെ, എല്ലാവരുടെയും ആൻസേഴ്സ് കറക്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും കണ്ടോ എല്ലാ രീതിയിലും ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നല്ല എനർജറ്റിക് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കണ്ടോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 45, 20, 56 ഏത് നമ്പറുമായിട്ട് കണക്റ്റഡ് ആണ്? ഓക്കെ, നമ്മൾ 12ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് എത്തി. 45ഉം 20ഉം 56ഉം ആരുമാണ് കണക്റ്റഡ് ആവുന്നത്? എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആൻസറിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. ഇവിടെയും ഡിജിറ്റുകൾ തമ്മിലുള്ള ബന്ധം, ഈ 2 ഡിജിറ്റുകൾ തമ്മിൽ എന്തെങ്കിലും ചെയ്താൽ 20ലോട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. അതാണ് എൻ്റെ ക്ലൂ. ഒന്ന് ആൻസറിലോട്ട് ട്രൈ ചെയ്തേ. നമ്മൾ അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഒന്നിൻ്റെയും സ്ക്വയർ ഒന്നുമല്ല, ക്യൂബ്സും അല്ല. ആ 2 ഡിജിറ്റും തമ്മിൽ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് വെരി ഗുഡ്. ഫിഫ, സാനിഹ. ഓക്കെ, സാനിഹ എന്നെ ഒന്ന് വിളിക്കുക. എൻ്റെ മിസ് ഇതെന്ത് കാണിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഉണ്ട്, നിങ്ങളെയൊക്കെ വിളിക്കാം. ആൻസർ ഇതാ, പേരിട്ടിട്ട് ആൻസർ ഇതാ, ഞാൻ വിളിക്കുന്നുണ്ടല്ലോ, ആരെയും വിട്ടുപോയിട്ടില്ലല്ലോ. ഭാഗ്യ പറയുന്നു 30. അനുദ്ര മിസ്സേ 30. അല്ലേ ഓക്കെ, ആൻമരിയ 30 എന്ന് ചോദിക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. 4, 5, 4, 5 are 20. സെക്കൻഡ് നമ്പർ കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താണ്? 6, 5, 30. എത്ര സിമ്പിളാ അല്ലേ? 4, 5, 20, 6, 5, 30. കണ്ടോ? എല്ലാവരും ചിന്തിക്കുന്ന രീതി ഒരേ വ്യൂവിലോട്ടായി തുടങ്ങി. എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 12, 5, 15 ആരുമില്ല. അവനെ കൂട്ടിന് ആർക്കെങ്കിലും കൊടുക്കണ്ടേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. 12 എങ്ങനെ 5 ആയി? 12നെ എങ്ങനെ 5ലോട്ടേക്ക് എത്തിക്കാം? ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇപ്പം 12, 5 നമുക്ക് സ്ക്വയർ അല്ല, ക്യൂബ്സ് അല്ല. അങ്ങനെയാകുമ്പം ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് അവയെ എന്തെങ്കിലും ചെയ്താൽ 5ലോട്ട് എത്തിക്കാവൂന്ന് ചിന്തിച്ചേ. അതാണ് എൻ്റെ ക്ലൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ. ഓക്കെ, 13ാമത്തതിൻ്റെ ആൻസർ പോരട്ടെ. 12 എന്നുള്ള നമ്പറിൻ്റെ ഡിജിറ്റുകൾ തമ്മിൽ എന്തെങ്കിലും ചെയ്താൽ 5ലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. എല്ലാവരെയും കൊണ്ടും പറ്റുന്ന കാര്യമേ ഉള്ളൂ. സിമ്പിളാണ്. ഓക്കെ, പവർഫുള്ളായിട്ട് എല്ലാവരും പോന്നേ മക്കളെ. ആൻസർ 25, 30, 6, 5, 30. എവിടുന്ന് 6, 5 വന്നത്? അത് മറ്റേ ക്വസ്റ്റ്യനാണ് അല്ലേ? വെരി ഗുഡ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞ് 12, 5, 15ൻ്റെ കൂടെ 6. ഈ 1, 2 നമ്പർ 12ൻ്റെ ഓരോ ഡിജിറ്റ് തമ്മിൽ എന്തെങ്കിലും ചെയ്താൽ 5ലോട്ടേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. ആൻസർ പോരട്ടെ. 25 എന്ന് പറയുന്നുണ്ട്. 25 ആണോ? 25 അല്ലാതെ വേറെ അതെങ്ങനെ 25 വന്നേന്നൊന്ന് പറയാവോ?
ഭാഗ്യ 6 എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന ആൻസറിൻ്റെ റിലേഷൻ, അതായത് അതിൻ്റെ മെത്തേഡ് ഒന്ന് പറയാൻ പറ്റുന്നവർ ആർക്കെങ്കിലും വേഗം ടൈപ്പ് ചെയ്തിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് തരിക. 12 5 കണക്ട് ചെയ്തു, 15ൻ്റെ കൂടെ 6 25 ആൻസർ ഇടുന്ന മക്കളൊന്ന്. ഹലോ മിസ്, ക്ലിയർ ആവുന്നില്ല. എന്താണ് ക്ലിയർ ആവുന്നില്ലാത്തത്? ഞാൻ പറയുന്നതാണോ ക്ലിയർ ആവുന്നില്ലാത്തത്? ലൈവ് കറക്റ്റ് പോകുന്നുണ്ടല്ലോ മിസ്. വേറൊരു സിസ്റ്റത്തിലും കൂടെ നോക്കുന്നുണ്ട്, ഇവിടെ കട്ടാവുന്നൊന്നും ഇല്ലല്ലോ മക്കളെ. ഓക്കെ, 30 ദേവിക പറയുന്നു 30 ആണെന്ന്. ഇത് കുറച്ച് പേര് തെറ്റിച്ചല്ലോ. 1 + 2 3 + 2 5. 1 + 2 3. അങ്ങനെയാണെങ്കിൽ 1 + 2 3, 3 + 2 5. അങ്ങനെയാണെങ്കിൽ 5 1 6, 6 + 2 8 എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, ആ മെത്തേഡ് അല്ല. ആ ഒരു മെത്തേഡ് പറ്റുന്നില്ലല്ലോ. 30 മിസ്സേ. 30 അല്ലല്ലോ മിസ്സേ, അത് തെറ്റിപ്പോയല്ലോ. നോക്കിക്കേ, 1ൻ്റെ സ്ക്വയർ, അതായത് 12-ലെ 1ൻ്റെ സ്ക്വയറും 2ൻ്റെ സ്ക്വയറും കൂടെ നോക്കിക്കേ. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4. 1 + 4 എന്ന് പറയണത് 5. കണ്ടോ, ചിന്തിച്ചത് എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ 15 നോക്കിക്കേ. 1ൻ്റെ സ്ക്വയർ + 5ൻ്റെ സ്ക്വയർ. 1ൻ്റെ സ്ക്വയർ 1 തന്നെ, 5ൻ്റെ സ്ക്വയർ 25. 25 + 1 26. കണ്ടോ, നമ്മുടെ ഓപ്ഷൻ ഡി ആണിവിടെ കറക്റ്റായിട്ട് വന്നത്. ചിന്തിച്ചത് കണ്ടോ? നിങ്ങൾക്ക് ഈ രീതിയിലും കൂടെ ചിന്തിക്കാം. ആ 2 ഡിജിറ്റിൻ്റെയും സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് സെക്കൻഡ് നമ്പർ കിട്ടി. 1ൻ്റെ സ്ക്വയർ + 2ൻ്റെ സ്ക്വയർ 5 ആയി. അതുപോലെ സെക്കൻഡ് നമ്പർ 1ൻ്റെ സ്ക്വയർ + 5ൻ്റെ സ്ക്വയർ കൂട്ടിയപ്പോൾ എന്താ കിട്ടി? 26 കിട്ടി. ഓക്കെ, സാരമില്ല, കിട്ടാത്തത് കുഴപ്പമൊന്നുമില്ല. ഈ രീതിയിലും ചിന്തിക്കാമെന്ന് മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും ആൻസറിലോട്ട് എത്തിക്കാം. ഇത് സിമ്പിളാണേ, ഞാൻ ഒരു ക്ലൂവും തരുന്നില്ല, നിങ്ങൾക്ക് ആൻസർ എഴുതാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, സ്ക്വയർ ആണ്, അത്രയും ക്ലൂ തന്നില്ലെന്ന് വേണ്ട, സ്ക്വയർ ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫാസ്റ്റായിട്ട് എത്താം. കിട്ടിയില്ലെങ്കിൽ സാരമൊന്നുമില്ല മക്കളെ, അടുത്ത പ്രാവശ്യം നമ്മളിതാ കയറി പോരുന്നു. പവർഫുള്ളായിട്ട് ഇതാ അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നു. ചടപടാന്ന് പോരട്ടെ. എല്ലാവരും വേഗം 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 തന്നോളൂ. എല്ലാവരുടെയും ആൻസേഴ്സ് പോരട്ടെ. വേഗം വേഗം വേഗം. ഇതിനൊന്നും ചിന്തിക്കാനില്ലേ. ഇതാ ആൻസർ തന്നില്ലെങ്കിൽ അവരോട് ഞാൻ ഇപ്പം തന്നെ ഈ കൂട്ടങ്ങ് വിടും. കാരണം എല്ലാവർക്കും സിമ്പിളായിട്ട് തരാൻ പറ്റുന്ന ആൻസേഴ്സാണിത്. വേഗം പോരട്ടെ, ഫാസ്റ്റായിട്ട് പോരട്ടെ. ഇതെല്ലാവരുടെയും വരുന്നു. ചറപറ. സ്മിത, പ്രാർത്ഥന, ജസ്ന, ശ്രീഹരി, പ്രാർത്ഥന, പിന്നെ ഭദ്ര, ഭാഗ്യ, മീനാക്ഷി, എല്ലാവരുടെയും ആൻസർ കറക്റ്റായി. എന്തേ ഉള്ളൂ, സില്ലി കാര്യം അല്ലേ? 11ൻ്റെ സ്ക്വയറാണ് 121 എങ്കിൽ √441 എന്താണ്? 21 ആണ്. ഓക്കെ, 121 എന്ന് പറയണത് √121 ആണ്. 11 121 എങ്കിൽ 21 441. ആൻസർ ഇതാ, ഒരേ പൊളി. ഓക്കെ, ഒരേ പൊളി. എല്ലാവരുടെയും ആൻസർ കറക്റ്റായി വന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ പോന്നു. ഈ സിമ്പിളാണേ, എല്ലാവർക്കും ആൻസർ ചെയ്യാം. ചടപടാന്ന് പോരട്ടെ, ഞാൻ വെയിറ്റിങ്ങിനാണ്. 1:1. അങ്ങനെയാണെങ്കിൽ 7:1. 1 എങ്ങനെ 1 മാറി? അങ്ങനെയാണെങ്കിൽ 7 എങ്ങനെ കൂട്ടുകാരനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരിയെ കണ്ടുപിടിക്കും? പോരട്ടെ മക്കളെ, ചിന്തിച്ചോളൂ. അടിപൊളിയായിട്ട് ചെയ്യാം. വേഗം. 1 എങ്ങനെ 1ലോട്ടായി? അപ്പോൾ 7ൻ്റെ കൂടെ നമ്മൾ ആരെ കണക്ട് ചെയ്യും?
1 പല രീതിയിൽ ഒന്നാകാം. 1 ഇൻറ്റു 1 ഒന്നാണ്, 1 കൂട്ടണം 0 ഒന്നാണ്, ഓക്കെ. 1ൻ്റെ സ്ക്വയർ ഒന്നാണ്. പക്ഷേ ആ രീതിയിൽ 7നെ ചിന്തിക്കുമ്പോൾ ഏത് ചിന്തയാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓപ്ഷൻ തരുന്നത് അതാണ് ഉത്തരം. ആൻസർ പോരട്ടെ. അതാ വരുന്നു. അരുണിമ, എല്ലാവരും, സ്മൃതി, സ്മിത, പിന്നെ ഷിബു, ജമീല, ദേവിക. ഷിബു എന്നുള്ളത് ദേവികയാണ് അല്ലേ. ശിവന്യ, സ്മൃതി, അനന്യ, എല്ലാവരുടെയും ആൻസർ കറക്റ്റായി. 1ൻ്റെ സ്ക്വയർ ഒന്നാണെങ്കിൽ 7ൻ്റെ സ്ക്വയർ 49. കണ്ടോ, ആ ഓപ്ഷനേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പം ഈ വേറെ ഒന്നും ചിന്തിക്കണ്ട. ഇവിടെ 1 ഇൻറ്റു 1, 7 ഇൻറ്റു 7 അതാണ് 49. 7ൻ്റെ കൂടെ 0 കൂട്ടിയാൽ 7 തന്നെ ഉണ്ടോ ഓപ്ഷൻ? ഇല്ല. 7ൻ്റെ സ്ക്വയർ 7 ഇൻറ്റു 7, കണ്ടോ, നിങ്ങളുടെ ആൻസർ 49. ഈ ചിന്തയാണ് കറക്റ്റായിട്ട് വന്നത്. ഓക്കെ, ഒരേ പൊളി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, പിടിച്ചോ. 26ഉം 5ഉം. 5ൻ്റെ സ്ക്വയർ എന്തോ ആണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ വേഗം പോരട്ടെ ആൻസർ. ഇതാ കിടക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ. എത്ര പേര് കറക്റ്റായിട്ട് ചിന്തിക്കുന്നു? 5 എങ്ങനെ 26, അല്ലെങ്കിൽ 26നെ എങ്ങനെ 5ലോട്ട് മാറ്റി? അപ്പോൾ 65നെ എങ്ങനെ മാറ്റാം? ഇതും സിമ്പിളാണ്. 6, 7, 8, 9 പോരട്ടെ. ലക്ഷ്മി വേണുഗോപാൽ, അതായത് സ്മൃതിയുടെ ആൻസർ വന്നു കഴിഞ്ഞു. സ്മൃതി നല്ല പവർഫുൾ ഗേൾ ആണല്ലോ. ആൻസർ എല്ലാം കറക്റ്റായിട്ട്. നവനിത, പിന്നെ മ്യൂസിക് എഫക്ട്സ് എന്ന് പറയുന്നത് ആരാണ്? മ്യൂസിക് എഫക്ട്സ് നവനിത, സ്മൃതി, പിന്നെ അരുണിമ, ദേവിക, എല്ലാവരും ഒരേ പൊള്ളി. ആൻസർ വന്നു കഴിഞ്ഞു. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആൻസറിലോട്ട് എത്തിപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഓക്കെ, 5ൻ്റെ സ്ക്വയർ ആണ് 25. അപ്പം 5ൻ്റെ സ്ക്വയറിനോട് കൂട്ടി 1 കൂട്ടിയപ്പോൾ 26ആയി. അങ്ങനെയാണെങ്കിൽ 65നോടടുത്ത് നിൽക്കുന്നത് ഏതാണ്? 8, 8, 64 നമുക്കറിയാം. അപ്പം 8ൻ്റെ സ്ക്വയർ 64ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 65 ആവുന്നെങ്കിൽ ഇവിടെ നമുക്ക് ആരെ മതി? 8നെ മതി. ബാക്കി ആരെയും നമുക്ക് ഫ്രണ്ടായിട്ട് വേണ്ട. ഓക്കെ, അപ്പം ഓപ്ഷൻ സി ആണ് ഒരേ പൊളി ആൻസർ 8. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു, 8 എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, പിടിച്ചോ. 21 3 ആയി മാറുന്നെങ്കിൽ 574ൻ്റെ കൂട്ടുകാരാരാണ്? പോരട്ടെ. 21 ഈ 3നോട് ആരെയോ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 21 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറിനോട് ആരെയോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 574 കിട്ടുന്നുണ്ടോയെന്നൊന്ന് ചിന്തിച്ചേ. അതാണ് എൻ്റെ ക്ലൂ. ഞാൻ വെയിറ്റിങ്ങിലാണ് നിങ്ങളുടെ ആൻസറിനായിട്ട്. പോരട്ടെ. 3 ഇൻറ്റു എന്തോ ചെയ്തപ്പോൾ എനിക്ക് 21 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതോ ഒരു നമ്പറിൻ്റെ കൂടെ ആ സെയിം നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 574 കിട്ടണം. ഇനി പോരട്ടെ ആൻസർ. ഭാഗ്യ 8ൻ്റെ സ്ക്വയറാണ്. അതേതാ ക്വസ്റ്റ്യൻ പോകുന്നത്? അല്ല, സ്മൃതി 82, ജസ്ന, വെരി ഗുഡ്. ആൻസേഴ്സ് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, 3 ഇൻറ്റു 7 21 ആണെങ്കിൽ എക്സ് ഇൻറ്റു 7 574 ആ എക്സ് കണ്ടുപിടിക്കണം. എക്സ് എങ്ങനെ? നിങ്ങൾ അൾജിബ്ര, നിങ്ങൾ ഇക്വേഷൻ സോൾവ് ചെയ്തതാണ്. ഒരു നമ്പർ ഇൻറ്റു 7 574 ആണെങ്കിൽ ആ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയത് അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടി? 82 എന്ന ആൻസർ വന്നു. ഒരേ പുള്ളി. ബി ഈസ് അവർ ആൻസർ. ഓക്കെ, ഇത്രയും ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ഓപ്ഷൻ 23 ഇൻറ്റു 7 574 ആണോ? അല്ല,
ഇനി 82 × 7 574 അതെ, അവിടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചതാണ്, 6ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, 6ൽ പഠിച്ചതാണ്. അപ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് നമ്പറിൻ്റെ കൂടെ 7 മൾട്ടിപ്ലൈ ചെയ്താലാണ് 574 തിരിച്ചും ചിന്തിക്കാം. ഓരോ നമ്പറിൻ്റെ കൂടെ 7 മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ചു നോക്കിയാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചോ. 18ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ചെയ്യാം. 149, 238, 159ൻ്റെ കൂടെ ആരുമില്ല. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്തേ. ഇവിടെ ഞാൻ ഒരു ക്ലൂ തരാം. ഈ ഒരു നമ്പറിൻ്റെ കൂടെ ആരെയോ കൂട്ടിയപ്പോൾ 238 കിട്ടി. അതേ കണക്ഷൻ വെച്ചൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിച്ചേ. എല്ലാവരും ഒന്ന് ആൻസറിലോട്ടേക്ക് എത്തിക്കേ. 149 238 ആവാൻ 149ൻ്റെ കൂടെ ആരെ ആഡ് ചെയ്തപ്പോഴാണ് 238 ആയെന്ന് ചിന്തിച്ചേ. അതേ കാര്യം 159ൻ്റെ കൂടെ ചെയ്തേ. എന്നിട്ടൊന്ന് ആൻസർ കിട്ടുമോ നോക്കിക്കേ. പോരട്ടെ, എല്ലാവരും പവർഫുള്ളായിട്ട് പോരട്ടെ. അനുദ്ര, നവനിത, ഭദ്ര, ശരത്, അരുണിമ, എല്ലാവരും എന്തേ വേഗം 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 പവർഫുള്ളായിട്ട് ആൻസേഴ്സ് പോരട്ടെ. ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ഉള്ളൂ. അതിന് മുമ്പ് നിങ്ങൾക്കെല്ലാം ആൻസേഴ്സ് പോരട്ടെ. 169 എന്ന് പറയുന്നു. 169 ആണോ? 248 എന്ന് പറയുന്നു. 248 ആണോ? 169, 248, 128. അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ലല്ലോ ജസ്ന. ഓക്കെ, നോക്കാം. എന്ത് ചെയ്തു? 149 എന്ന നമ്പറിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തപ്പോഴാണ് 238 വന്നത്? 89 ആഡ് ചെയ്തപ്പോൾ 238 കിട്ടിയെങ്കിൽ 159ൻ്റെ കൂടെ അതേ 89 ഒന്ന് ആഡ് ചെയ്തേ. അതേ 89 ഒന്ന് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ആൻസറായിട്ട് വന്നു? 248. ഓക്കെ, 248 എന്ന് കിട്ടി. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി, ഒരേ പൊളി. എല്ലാവർക്കും 248 കിട്ടിയവരുടെ എല്ലാ ആൻസേഴ്സും കറക്റ്റാണ്. കണ്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഏതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചിന്തിക്കേണ്ടത്? സ്ക്വയേഴ്സ് ആണോ, ക്യൂബ്സ് ആണോ, ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഡിജിറ്റുകളുടെ സ്ക്വയേഴ്സ് ആഡ് ചെയ്തിട്ട് വരുന്നുണ്ടോ? ഈ പല രീതിയിലും നിങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിച്ചിരിക്കണം. ചിന്തിച്ചിട്ട് ആൻസറിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടോ നോക്കണം. ഓക്കെ, എപ്പോഴും നിങ്ങൾ ഈ ഒരു രീതിയിലെല്ലാം ചിന്തിച്ചാൽ ഈ നമ്പർ അനലോജി നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്തും. ഈ ഒരു പോർഷന് നിങ്ങൾ ഇച്ചിരി സമയം കണ്ടെത്തിയേ മതിയാവുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഏതൊക്കെ മെത്തേഡിലായിരുന്നു ഇരുന്നത് അതെല്ലാം നിങ്ങളുടെ മൈൻഡിലുണ്ടാവണം. ഞാനിനി വർക്ക്ഷീറ്റായിട്ട് ഒരു 10-20 ക്വസ്റ്റ്യൻസ് തരും. അത് നിങ്ങളെല്ലാവരും വർക്കൗട്ട് ചെയ്യണം. അപ്പം അടുത്ത ക്ലാസ്സിൽ തൊട്ട് ഈ വർക്ക്ഷീറ്റിൻ്റെ ആൻസേഴ്സാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നിങ്ങളൊരു നോട്ട്ബുക്ക് ഇതിനു വേണ്ടി തന്നെ, നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റിക്ക് വേണ്ടി തന്നെ മാറ്റി വെക്കണം. അപ്പം ഈ വർക്ക്ഷീറ്റ്സ് എല്ലാം അതിൽ റൈറ്റ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ വന്നിരിക്കുക. ഫസ്റ്റ് നമ്മൾ വർക്ക്ഷീറ്റിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ്. ആൻസേഴ്സ് മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് ഒട്ടും ചെയ്യാൻ പറ്റാത്ത ആൻസർ മാത്രം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും, അല്ലെങ്കിൽ ആൻസേഴ്സ് ഞാൻ തരും. എന്നിട്ടേ നമ്മളിനി ലെറ്റർ അനലോഗി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുള്ളൂ. അപ്പം എല്ലാവർക്കും ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ് മനസ്സിലായി എങ്കിൽ ഒന്ന് പറയുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്ന് നിങ്ങൾ മെസ്സേജ് ഇട്ടേ, ഞാൻ അത് ഹെൽപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, വേഗം ഞാൻ വർക്ക്ഷീറ്റ്സ് ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എത്തും. വർക്ക്ഷീറ്റ് ആദ്യമേ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ് വരുന്നതിന് മുമ്പ് എല്ലാവരുടെയും നോട്ടിൽ ഈ വർക്ക്ഷീറ്റ്സിൽ 20 ക്വസ്റ്റ്യൻസേ ഞാൻ തരുന്നുള്ളൂ. ആ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് നമുക്ക് ആ ക്ലാസ് ഡിസ്കസ് ചെയ്ത് എത്രമാത്രം നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്തിപ്പെടാമെന്ന് നോക്കാം. അപ്പം എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട്
പിന്നെ ഹെൽത്തി ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ. ഓക്കെ.